വെനിസ്വലയെ പെട്ടെന്ന് കീഴടക്കിയതുപോലെ ഇറാനെയും പെട്ടെന്ന് കീഴടക്കാമെന്നാണ് അമേരിക്ക വിചാരിച്ചത്. പക്ഷെ അമേരിക്കയ്ക്ക് എവിടെയൊക്കെ അടിപതർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും പറ്റുന്നില്ല, എന്നാൽ ഒട്ട് തുടർന്ന് കൊണ്ടുപോകാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തി നിൽക്കുകയാണ്. ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്നോ തോറ്റുപോകുമെന്നോ പറയുന്നില്ല. പക്ഷെ എങ്കിലും അമേരിക്കയ്ക്ക് ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും ഇത്ര ധൈര്യത്തോടു കൂടി? അല്ല, ഇതിൽ 2-3 കാര്യമുണ്ട്. അമേരിക്ക എപ്പോഴും യുദ്ധത്തിൽ തോറ്റിട്ടുള്ളത് പുറത്ത് മാത്രമല്ല, അകത്തും കൂടിയാണ്. വിയറ്റ്നാം യുദ്ധകാലം മുതൽ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ക്യൂബൻ, അത് കഴിഞ്ഞ് വിയറ്റ്നാമൊക്കെ നമുക്കൊക്കെ നല്ല ഓർമ്മയുള്ള ഒരു കാലത്താണ്. വിയറ്റ്നാം യുദ്ധം മുതൽ അമേരിക്ക എപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളത്. യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നതിനേക്കാൾ അമേരിക്കക്കാർ യുദ്ധത്തിനെതിരായി വരുന്ന ഒരു സംഗതിയുണ്ട്. ഇതിലൊരു പ്രധാന ചോദ്യമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ എണ്ണയുടെ വില കൂടുന്നു. ആദ്യം ട്രംപ് പറഞ്ഞു എണ്ണയുടെ വില കൂടിയാൽ അമേരിക്കയ്ക്ക് നല്ലതാണ്. ഇപ്പോൾ ട്രംപിന് മനസ്സിലായി എണ്ണയുടെ വില കൂടിയാൽ അമേരിക്കയ്ക്ക് അത്ര നല്ലതല്ല. അപ്പോൾ എന്താണ് യുദ്ധം കൊണ്ട് അമേരിക്കക്കാരന് കിട്ടാൻ പോകുന്ന ഗുണം എന്ന ചോദ്യം ചരിത്രപരമായി തന്നെ അമേരിക്കയുടെ മുമ്പിൽ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഇയാളൊരു തലയ്ക്ക് വെളിവില്ലാത്ത മാതിരി വർത്താനം പറയുമെങ്കിലും അമേരിക്കക്കാരെല്ലാവരും ട്രംപല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു. ഇപ്പോൾ അവസാനം അഫ്ഗാനിസ്ഥാൻ താലിബാനെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്നു. ഇറാഖിൽ യുദ്ധം ചെയ്തു. ഇപ്പോൾ ഇറാഖിൽ എന്താ സംഭവിക്കണമെന്ന് ആർക്കും അറിയില്ല. ഇറാഖിൽ ആരാ ഭരിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയില്ല. അപ്പോൾ ഇവർ നടത്തിയ യുദ്ധം, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ ഇവർ നടത്തിയ യുദ്ധം പശ്ചിമേഷ്യയിൽ ഇവർക്ക് വലിയ ഗുണമുണ്ടാക്കിയിട്ടില്ല. സിറിയയിൽ ഇടപെട്ടു. സിറിയയിൽ എന്താ ഉള്ളതെന്നറിയില്ല. സിറിയയിൽ ഇപ്പോൾ ഏറ്റവും ഭീകരമായ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ സിറിയ ഭരിക്കുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ സാധാരണ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം വരും, എന്തിനാണ് ഈ യുദ്ധം? അതെപ്പോഴാണ് ഉയരുകയെന്നറിയോ? അമേരിക്കക്കാരൻ്റെ ബോഡി അവിടേക്ക് കൊണ്ടുചെല്ലുമ്പോഴാണ്. അത് അമേരിക്കക്കാരൻ്റെ ചെറിയ വികാരമല്ല. ഈ ആവശ്യമില്ലാത്ത യുദ്ധത്തിന് പോയി എൻ്റെ സഹോദരനെ അല്ലെ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ മകനെ എന്തിനാണ് കൊലക്ക് കൊടുത്തത് എന്ന ലളിതമായ ചോദ്യം ഇറാൻ ആണവായുധം ഉണ്ടാക്കി എന്ന് പറയുന്ന താത്വികമായ ഒരു നിലപാട് വെച്ച് അമേരിക്കയ്ക്ക് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ലോകത്ത് 6-7 രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുള്ളത് ലോകത്ത് അറിയാം. 8ാമത്തെ രാജ്യമായിട്ട് ഇറാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രം ഒരു റീസണായിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു കാരണമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അമേരിക്കയിൽ തന്നെ വ്യാപകമായ എതിർപ്പുണ്ടാവുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തിക സ്ഥിതി തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോർമൂസ് പിടിച്ചെടുത്തത് സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ അടുക്കളയിൽ വരെ, നമ്മുടെ ഹോട്ടലുകൾ വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ എതിർപ്പ് എത്ര കാലം അമേരിക്കയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിയും? രണ്ടാമത്തെ കാര്യം, ഒറ്റയടിക്ക് ഇറാനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ വിമാനയച്ചങ്ങ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഇറാനെ ഇല്ലാതാക്കി അവിടുത്തെ ഭരണം പിടിച്ച്, പണ്ട് ട്രംപ് പറഞ്ഞങ്ങനെയല്ല, അവിടുത്തെ ഭരണം മാറ്റും, ഞങ്ങൾ പുതിയ ഭരണം കൊണ്ടുവരും, ഞങ്ങൾ അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, ജനാധിപത്യം കൊണ്ടുവരും. അതൊക്കെ പോട്ടെ, ഇറാനിൽ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കക്കാരുടെ ജീവൻ കൊടുക്കണമെന്നുള്ളത് ചോദ്യമാണ് അമേരിക്കക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല. മാത്രമല്ല ഇറാൻ ഇറാഖല്ല. ഇറാനിൽ വളരെ സംഘടിതമായി കഴിഞ്ഞ ഇറാഖിലെ അനുഭവത്തിന് ശേഷം ഇറാൻ വളരെ പ്ലാൻഡാണ്. ഭാഗികമായെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനം ഇറാനിലുണ്ട്. തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. സ്ത്രീകളുടെ പ്രശ്നമൊക്കെ ഉണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനപിന്തുണ ആ സർക്കാരിന് അവിടെയുണ്ട്. ഇപ്പോഴും നമ്മൾ അത് പറയാൻ പറ്റില്ല. ഇറാനിലെ സർക്കാരിന് അവിടുത്തെ ജനങ്ങൾ എതിർപ്പുള്ളവരുണ്ടാവും. ഇപ്പം ഇന്ത്യയിലില്ലേ, ഇന്ത്യയിലെ ഭരിക്കുന്ന സർക്കാരിന് എതിരുള്ളവരുണ്ട്. പക്ഷേ ഇറാനെതിരെ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലാണ് അത് കാണുക. പിന്നെ ഇസ്രായേലിൻ്റെ താല്പര്യം, ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് അമേരിക്ക എത്രത്തോളം നിൽക്കണം എന്നുള്ളത് അമേരിക്കൻ പൊളിറ്റിക്സിൽ വേറൊരു ചോദ്യമാണ്. ജൂ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഇസ്രായേലിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇത് ഒറ്റയടിക്ക് ഇറാഖ് കീഴടക്കിയ പോലെ പറ്റില്ല. അപ്പം ഇനി എങ്ങനെ മുമ്പോട്ട് പോകാം എന്ന വളരെ ലളിതമായ ഒരു ചോദ്യം അമേരിക്കയുടെ മുമ്പിലുണ്ട്. ഇന്നലെ ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഞങ്ങൾ ഹോർമൂസ് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ട്രംപിൻ്റെ ടാർഗറ്റായി വന്നിട്ടുള്ളത്. ഹോർമൂസ് മുമ്പോടെ ഉണ്ടായിരുന്നല്ലോ. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമൂസിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നീ ഹോർമൂസ് ഇയാൾ തിരിച്ചു പിടിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഹോർമൂസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഹോർമൂസ് എല്ലാവരും ചരക്ക് ഗതാഗതം നടത്തിയിരുന്നല്ലേ. അപ്പോൾ ഇറാനിൽ കുറേ നാശമുണ്ടാക്കി എന്ന് പറയുമ്പോഴും വലിയ ഒരു രീതിയിലുള്ള നാശം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ. ഇസ്രായേലിനും വലിയ നാശം വന്നിട്ടുണ്ട്. അമേരിക്കക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ സേഫാണ്. അമേരിക്കയിലിരിക്കും. പക്ഷെ അമേരിക്കക്കാരൻ യുദ്ധത്തിൽ വന്നാൽ സേഫ് അല്ല. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നല്ലൊരു പങ്ക് അമേരിക്കയ്ക്ക് എതിരാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അമേരിക്കയ്ക്ക് ഒരു പിന്തുണയില്ല. ഇറാഖിൻ്റെ കാര്യത്തിലും അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലും നാറ്റോ എന്ന് പറയുന്ന പഴയ സഖ്യം അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു.
ഇപ്പം അതില്ല. ചൈനയും റഷ്യയും ഇക്കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, അവർക്കും പ്രശ്നങ്ങളുണ്ട്. അവരും ഈക്വലായിട്ടും ജോഗ്രഫിക്കലി അമേരിക്കയേക്കാൾ ഈ സ്ഥലത്തിനോട് സാമ്യമുള്ളത് ചൈനയ്ക്കാണ്. അമേരിക്കയുടെ കപ്പൽപ്പട വന്നിട്ട് വേണം അമേരിക്കയ്ക്ക് ചെയ്യാൻ. ചൈനയ്ക്ക് കപ്പൽപ്പടയൊന്നും വരില്ല, ചൈനയ്ക്ക് അറിഞ്ഞുതരാം. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം, ഒരു കരയുദ്ധത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. അത് അമേരിക്കയെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. കാരണം അതിനാണ് ഇവർ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമിച്ചത്. ഇറാൻ ആക്രമിച്ചത് അതുകൊണ്ടാണ്. കരയുദ്ധം ഇങ്ങോട്ട് വരാൻ പാടില്ല. കാരണം ഇറാൻ്റെ സ്ട്രെങ്ത് എയർബേസിലല്ല, മിസൈലിലാണ്. മിസൈൽ സ്ട്രെങ്ത്താണ് ഇറാനുള്ളത്. നമ്മളത് കാണണം. ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയണമല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ച് കരയുദ്ധം വന്നാൽ ഇറാൻ പിടിച്ചു നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ കരയുദ്ധം ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്നുകൊണ്ട് ഇറാഖിൽ നിന്നുകൊണ്ട് പട്ടാളത്തെ കൊണ്ട് ഇറാൻ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല എന്ന് മനസ്സിലായി. ജോഗ്രഫിക്കലി മനസ്സിലായിട്ട് എക്കണോമിക്കലിയും അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ടാർഗറ്റ് വെച്ച് ചെയ്യാം. ഈ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അതാണല്ലോ ഇവരുടെ പ്രധാന പ്രശ്നം. അവരുമായി ഇറാൻ ഒരു എഗ്രിമെൻറ്റിന് ഏതാണ്ട് വന്ന സമയത്താണ് യുദ്ധം വരുന്നത് എന്നുള്ളതും സാമാന്യമുണ്ട്. ഏതാണ്ട് എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ആണവായുധം ഉണ്ടാക്കിയിട്ട് ഒരു രാജ്യത്തിന് ഒരു ചുക്ക് ചെയ്യാനില്ല. ഇന്ത്യയിൽ ആണവായുധം ഉണ്ട്, എന്താ കാര്യമുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന് ആണവായുധം ഉണ്ടെങ്കിൽ പോലും പ്രയോഗിക്കാൻ പറ്റുമോ? അതൊന്നും പ്രയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് ആണവായുധം കൊണ്ട് ഇപ്പോൾ ഇറാൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ആരുണ്ടാക്കിയാലും പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആണവായുധം കാരണം അത് ആർക്കെതിരെ പ്രയോഗിച്ചാലും ടൈമും സ്പേസും ഇല്ലാത്തൊരു നാശമാണ്. വീഴുന്ന സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് പ്രദേശത്തേക്ക് പോവാം. വീഴുന്ന സമയത്ത് മാത്രമല്ല, ബാക്കി ആക്രമണമൊക്കെ വീഴുന്ന സമയത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ നൂറ്റാണ്ടുകൾ വരെ പ്രശ്നമുണ്ടായി. ഇപ്പോഴും ഹീറോഷിമയിൽ പ്രോബ്ലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണവായുധം മാത്രം വെച്ച് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരുമ്പോൾ അമേരിക്കയെ തന്നെ യുദ്ധത്തിന് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതായിരിക്കും ഇനിയിപ്പോൾ ചർച്ച. അതിലിപ്പോൾ IAEA പോലെയുള്ള ആളുകൾ ഇടപെടാം. UN എന്നൊക്കെ അപ്രസക്തമാണെങ്കിലും അമേരിക്ക തന്നെ UN ആവശ്യപ്പെട്ടേക്കാം ഇതൊന്ന് സെറ്റിൽമെൻ്റ് ആക്കണം. അങ്ങനെ ആവാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ എന്തിനായിരുന്നു യുദ്ധം എന്ന ചോദ്യം, ഇറാനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ യുദ്ധമാണോ എന്നുള്ള ചോദ്യം. ഇതിനിടയ്ക്ക് വാർത്തകൾ, അതാ ഞാൻ പറഞ്ഞു, ഇസ്രായേലിൽ വലിയ തോതിലുള്ള നാശമുണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം വരും? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് വളരെ താത്വികമായിട്ടുള്ള ചർച്ചയാണ്. യഥാർത്ഥത്തിൽ മലയാളികൾ ഇത്രയും കൂടുതലുള്ള, ഇന്ത്യക്കാർ ഇത്രയും കൂടുതലുള്ള, ഗൾഫിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ആവുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ അടുക്കളയിൽ ഗ്യാസും നാളെ ഞാൻ ഒരു കാര്യം കൂടി ഉണ്ട്, തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗ്യാസിനെല്ലാം നാശം വരാൻ പോണേ. പെട്രോൾ ഡീസലുമാണ്. ഡീസലില്ലാതെ ഇങ്ങനെ എന്ത് ഇലക്ഷൻ നമുക്ക് നടത്താൻ പറ്റും? ഡീസലും ഗ്യാസും ഇല്ലാതെ ഇലക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇന്ത്യ ഇറാനുമായി ഒരു എന്താ പറയുക, പറയാത്തൊരു കരാറുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ 2 കപ്പൽ കടന്നു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യക്കാർക്ക് കുറച്ച് തൽക്കാലം 2 കപ്പൽ വന്നുകൊണ്ടൊന്നും ഇവിടെ ഒന്നും ആവില്ല. കാരണം ദിവസേന 2 കപ്പൽ വന്നിടത്താണ് എപ്പോഴെങ്കിലും 2 കപ്പൽ വരുന്നത്. അതുകൊണ്ടൊന്നും ആവില്ല. പക്ഷെ സമാശ്വാസം കൊടുക്കാൻ പറ്റും. ഇത് ദീർഘകാലം നീട്ടിക്കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. അല്ലേ? തീർച്ചയായിട്ടും ഈ യുദ്ധം അവസാനിക്കുന്ന ദിവസം അത് കാത്തിരിക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാവരും. കാരണം യുദ്ധം തുടങ്ങുന്ന സമയത്ത് അത് പെട്ടെന്ന് തീരും എന്ന് പറയുന്ന ഒരു ഫീലാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. മാത്രമല്ല, ഇറാൻ അങ്ങനെ തോൽക്കും എന്ന് ആരും കരുതുന്നില്ല. അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് തകർക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ എണ്ണദ്വീപ് തകർത്തു എന്നുള്ളത് ശരിയാണ്. ഹോർമസ് പിടിച്ചെടുക്കാനായിട്ട് ട്രംപ് നീങ്ങുന്നുണ്ടെന്നുള്ളതും ശരിയാണ്. ഇതൊക്കെ ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷേ അപ്പോഴും ഇറാൻ്റെ അകത്ത് കിടക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. കരയുദ്ധം വരുമ്പോൾ ഈ കാഷ്വാലിറ്റീസ് വളരെ കൂടുതലുണ്ടാകും. അത് അമേരിക്കയിലെ പല പട്ടാളക്കാരെയും ശവപ്പെട്ടിയിലാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്കായിരിക്കും വരിക. അത് നേരത്തെ നീലേണ്ടൻ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കക്കകത്ത് അമേരിക്കക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ആളിക്കത്തൽ അതോടെ ആരംഭിക്കും. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ട്രംപ് ശ്രമിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ട്രംപിന് ബോധമില്ലാത്തതിൻ്റെ പേരില്ലേ നമുക്ക് ഇതിനകത്ത് ഒരു അനാലിസിസ് നടത്താൻ പറ്റില്ല. കാരണം അയാൾക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധ്യതയുള്ളൂ. എന്തായാലും യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്നു അല്ലെങ്കിൽ അവസാനിപ്പിച്ചേക്കും എന്നുള്ള ഒരു തോന്നൽ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. പത്രത്തിൽ അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ്. പക്ഷേ അങ്ങനെയല്ല.
കാരണം നേരത്തെ അത്രയധികം അറ്റാക്ക് ഇല്ല ഇപ്പം. കാരണം ആക്രമണത്തിൻ്റെ തോത് തന്നെ എല്ലായിടത്തും കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇസ്രയേൽ എങ്ങനെ ഇറാനകത്ത് അധികം ആക്രമണം നടത്തണമെന്ന് വെച്ചില്ല. കഴിഞ്ഞ ദിവസം അവർ സ്പേസ് റിസർച്ച് സെൻറ്ററിലൊക്കെ ആക്രമണം നടത്തിയത് ശരിയാണെന്നല്ലാണ്ട് മറ്റാക്രമണത്തിനെ വരുന്നില്ല. അവർ പോയി ലെബനിലാണ് കുറേ ആക്രമണമൊക്കെ നടത്തണം, ഹിസ്ബുള്ള അവരൊക്കെ ആയിട്ടുള്ള യുദ്ധം. അത് അങ്ങോട്ട് പോകണം. എന്ന് വെച്ചാൽ ഇറാനെ ആക്രമിക്കുന്നത് കൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള ഒരു തോന്നലിലേക്ക് അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. കാരണം സാമ്പത്തികമായിട്ട് ഇവർ പാപ്പരാവും. ഇത് കണ്ട് ചിരിക്കുന്നത് ചൈനയാണ് ശരിക്കും പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അവർ ഉയർന്നു വരുന്നതിന് ഒരു കാരണം ഈ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള വെളിവില്ലാത്ത പ്രവർത്തനങ്ങളായി മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം യുദ്ധത്തിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ഈ ചർച്ചയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റാതായിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ അടുക്കള മാത്രമല്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ നമ്മളവിടെ ഒരു സമരം നടക്കുന്നുണ്ട്, അടിപ്പാതയുടെ സമരം നടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അച്ഛനും മോളും കൂടി വരെയാണ്. എവിടെ നിന്ന് വരണം? ബാംഗ്ലൂരിൽ നിന്ന് വരെയാണ്. ക്ലാസ്സില്ല സാറേ, അവിടെ ഭക്ഷണമില്ല, അതുകൊണ്ട് പൂട്ടിപ്പോകുന്നു എന്നാണ് പറയണം. അപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് വൈകുന്നേരം ചെന്നപ്പോൾ കട അടച്ചിട്ടിരിക്കണം. ചായ ഇല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഇല്ല സാറേ. ഇതാണ് സ്ഥിതി. അപ്പോൾ പൊതുവെ നമ്മളുടെ ജീവിതത്തെ പോലും വല്ലാത്ത തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് എത്രയും വേഗം അവസാനിച്ചേ പറ്റൂ എന്നുള്ളൊരു ഫീലിംഗ് ലോകത്തെല്ലായിടത്തും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനെ വരാം. അതെ.